ചൈനീസ് പാക് അതിർത്തികളിൽ ഡ്രോൺ വ്യൂഹമൊരുക്കി ഇന്ത്യ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശത്രുവിന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ലക്ഷ്യത്തിന് മുകളിൽ എത്തുക, സ്വന്തം ദൗത്യം പൂർത്തിയാക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക, പിന്നെ ഒരു മിസൈലിനെ പോലെ അതിലേക്ക് ഇടിച്ചു കയറി സ്വയം പൊട്ടിത്തെറിക്കുക. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗമല്ല. ഇന്ത്യൻ സൈന്യം യുദ്ധക്കളത്തിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്ന പുതിയ തലമുറ AI കാമികാസെ ഡ്രോണുകളുടെ കഴിവുകളാണിത്. GPS സിഗ്നലുകൾ തടഞ്ഞാലും വഴിതെറ്റാത്ത കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ലക്ഷ്യത്തെ സ്വയം തിരിച്ചറിഞ്ഞാക്രമിക്കുന്ന ഈ ഡ്രോണുകൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു കാലത്ത് ടാങ്കുകളും യുദ്ധവിമാനങ്ങളും നിർണയിച്ചിരുന്ന യുദ്ധങ്ങളുടെ ഭാവി ഇന്ന് അൽഗോരിതങ്ങളുടെയും ഡ്രോണുകളുടെയും കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ സ്വേർമിംഗ്, തത്സമയ യുദ്ധക്കള നിരീക്ഷണം, വിവരയുദ്ധം, ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, സ്വയം പ്രവർത്തിക്കുന്ന ആക്രമണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ AI യുദ്ധ പരിസ്ഥിതിയുടെ ഭാഗമാക്കാനുള്ള പദ്ധതിയാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വയ്ക്കുന്നത്. യുദ്ധകളത്തിലെ ഓരോ നിമിഷവും വിശകലനം ചെയ്യുകയും ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുകയും ആക്രമണങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സൈനിക ബുദ്ധിയെ സൃഷ്ടിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലക്ഷ്യം തിരിച്ചറിയൽ സംവിധാനങ്ങൾ ഡ്രോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമല്ല, ഉപഗ്രഹങ്ങൾ, ഭൂതല സെൻസറുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളും ഒരുമിച്ച് വിശകലനം ചെയ്യും. ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തെ തിരിച്ചറിയുകയും ഭീഷണിയുടെ തോത് നിർണ്ണയിക്കുകയും ആക്രമണത്തിനുള്ള ഏറ്റവും കൃത്യമായ സമയം കണ്ടെത്തുകയും ചെയ്യും. ഇതിലൂടെ സൈനിക ഭാഷയിൽ കിൽ ചെയിൻ എന്ന് വിളിക്കുന്ന ലക്ഷ്യത്തെ കണ്ടെത്തുന്നതും ആക്രമിക്കുന്നതും തമ്മിൽ സമയം ഗണ്യമായി കുറയും. യുദ്ധക്കളത്തിൽ ഏതാനും നിമിഷങ്ങൾ പോലും വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസമാകുന്നതിനാൽ ഇത് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ സൈന്യം സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച ഈ ലോങ് റേഞ്ച് ലോയിറ്റർ മ്യൂണിഷനുകൾക്ക് ഏകദേശം 1000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 25 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾ മണിക്കൂറിൽ 400 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും 5000 മീറ്റർ ഉയരത്തിൽ വരെ പ്രവർത്തിക്കാനും കഴിവുള്ളതായിരിക്കും. ഇതോടെ പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യങ്ങൾ പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണ പരിധിയിലാകും. പ്രത്യേകിച്ചും ലഡാക്ക്, കാരക്കോറം പർവ്വതനിരകൾ പോലുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ ഈ ഡ്രോണുകൾ നിർണായക പങ്കുവഹിച്ചേക്കും. പരമ്പരാഗത യുദ്ധവാഹനങ്ങൾക്കും സൈനിക യൂണിറ്റുകൾക്കും പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലേക്ക് അതിവേഗം എത്തിച്ചേരാനും ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും. കുന്നിൻ പ്രദേശങ്ങളിലെ യുദ്ധത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭൗമശാസ്ത്രപരമായ പരിമിതികളെ തന്നെ ഇത്തരം സാങ്കേതിക വിദ്യകൾ മാറ്റിമറിച്ചേക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെ ഈ മുന്നേറ്റം ആത്മനിർഭർ ഭാരത് നയവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം തദ്ദേശീയ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും സ്വകാര്യ പ്രതിരോധ കമ്പനികളും ചേർന്നാണ് ഈ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത്. ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് പദ്ധതിയുടെ ഭാഗമായി നിരവധി സ്റ്റാർട്ടപ്പുകളും വ്യവസായ സ്ഥാപനങ്ങളും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. പാകിസ്ഥാനെതിരെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും അതിർത്തി കടന്നുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളിലും ഇത്തരം ഡ്രോണുകൾ നിർണായകമായ ആയുധമായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൈനയുമായുള്ള അതിർത്തി സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന ഹിമാലയൻ മേഖലയിലും ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് വലിയ തന്ത്രപരമായ മുൻതൂക്കം നൽകും. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ ഈ AI ഡ്രോൺ പദ്ധതിയും ഒരു പുതിയ ആയുധം വാങ്ങുന്നതോ വികസിപ്പിക്കുന്നതോ മാത്രമല്ല, ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത്. പ്രത്യേകിച്ചും ലഡാക്ക്, കാരക്കോരം പോലുള്ള ദുഷ്കരമായ അതിർത്തി പ്രദേശങ്ങളിലും അതിർത്തിക്കപ്പുറമുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കെതിരായ കൃത്യമായ ആക്രമണങ്ങളിലും ഭീകരവിരുദ്ധ ദൗത്യങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് നിർണായക മുൻതൂക്കം നൽകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.